ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന പോലെ ഇവയും ഞാനും. സ്വയം സമാന്തരമായി വരയ്ക്കുക. മറ്റുള്ളവരെ കൊല്ലുകയോ ചെയ്യരുത്. ബുദ്ധൻ. ഞാൻ എങ്ങനെയാണോ ഈ ജീവികളും അങ്ങനെയാണ്. ഈ ജീവികൾ എങ്ങനെയാണോ ഞാനും അങ്ങനെയാണ്. ഇതേ മാനസിക ബന്ധം നിങ്ങളിലേക്കും വ്യാപിപ്പിക്കൂ. കൊല്ലരുത്. മറ്റുള്ളവരെ കൊല്ലാൻ പ്രേരിപ്പിക്കരുത്. മലയാളത്തിൽ പ്രചോദന മുദ്രകൾ. സഹാനുഭൂതി. മറ്റുള്ള ജീവജാലങ്ങളോട്, പ്രത്യേകിച്ച് മൃഗങ്ങളോട്, കാരുണ്യവും ധാരണയും വളർത്തുന്നു. അഹിംസ. ഹിംസയുടെ എല്ലാ രൂപങ്ങളും ഒഴിവാക്കാനുള്ള പ്രതിബദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നു. ആത്മപരിശോധന. സ്വന്തം പ്രവൃത്തികളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പരസ്പര ബഹുമാനം. എല്ലാ ജീവികളോടും ആദരവും മാനവും പുലർത്താനുള്ള മനോഭാവം വളർത്തുന്നു. കരുണ. നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ലോകത്തോട് കൂടുതൽ കരുണ കാണിക്കാനുള്ള പ്രചോദനം നൽകുന്നു. കൂടുതൽ പ്രചോദനം നൽകാനായി ഈ ഉദ്ധരണി പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെയും എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധത്തെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി. ലാവോട്സെ പോലുള്ള ചിന്തകരുടെ മഹത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അവരുടെ അഹിംസാ ദർശനങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്ന് ചിന്തിക്കുക. ഈ ചിന്തകൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ചർച്ചകൾ നടത്തുക. ഉദാഹരണത്തിന്, മാംസാഹാരം കുറയ്ക്കുക, മൃഗങ്ങളോട് മൃദുവായി പെരുമാറുക, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവ. ഈ വാക്കുകൾ ജീവിതത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും സാർവത്രിക കരുണയിലൂടെ ലോകത്തെ നല്ല വഴിയിലേക്ക് മാറ്റാനുമുള്ള പ്രചോദനം നൽകുന്നു. മാണിക്കുട്ടൻ എന്ന പശുവളർത്തുകാരൻ ഉണ്ടായിരുന്നു. ദേവരാജൻ, കുഞ്ഞു, പൊന്നമ്മ തുടങ്ങി നിരവധി പശുക്കളെ അവൻ സ്നേഹത്തോടെ വളർത്തി. ഓരോ കന്നുകാലിയും അവൻ കുടുംബാംഗങ്ങളെപ്പോലെയായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ മൃഗബലി നടത്താനുള്ള തീരുമാനമായി. വിനാശകരമായ കാട്ടുതീ ഒഴിവാക്കാനുള്ള പരിഹാരമായിട്ടായിരുന്നു ഇത്. മാണിക്കുട്ടനും ഒരു പശുവിനെ ബലി നൽകേണ്ടി വന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. ദേവരാജന്റെ ദയുള്ള കണ്ണുകൾ, കുഞ്ഞുവിന്റെ സ്നേഹനിർഭരമായ മൂകൾ, പൊന്നമ്മയുടെ നിറഞ്ഞ പാത്രം, ഇതെല്ലാം കണ്ടപ്പോൾ അവൻ ചോദിക്കാൻ തോന്നി, ഞാൻ എങ്ങനെയാണോ ഈ ജീവികളും അങ്ങനെയാണ്. ഈ ജീവികൾ എങ്ങനെയാണോ ഞാനും അങ്ങനെയാണ്. ഞാൻ ഇവരെ കൊല്ലുമ്പോൾ ഞാൻ സ്വയം കൊല്ലുന്നതല്ലേ? ആ ചോദ്യം ഗ്രാമത്തിലൊരു ചിന്താരേണി തീർത്തു. പ്രചോദനത്തിന്റെ കരുത്ത്. സഹവസനം. മൃഗങ്ങളോടുള്ള സ്നേഹവും ധാരണയും വളർത്തുന്നു. ആത്മപരിശോധന. സ്വന്തം പ്രവൃത്തികളുടെ ഫലങ്ങൾ തിരിച്ചറിയാനുള്ള പ്രചോദനം നൽകുന്നു. അഹിംസ. എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാമൂഹിക മാറ്റം. പരമ്പരാഗത ആചാരങ്ങളെ ചോദ്യം ചെയ്യാനും മാറ്റത്തിന് മുൻകൈയെടുക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യൻ സന്ദർഭം. അഹിംസ, കരുണ എന്നീ മൂല്യങ്ങൾ ഗാന്ധിയൻ തത്വശാസ്ത്രത്തിന്റെ കേന്ദ്രഭാഗങ്ങളാണ്. ഈ കഥ വായിക്കുമ്പോൾ ഇത്തരം മൂല്യങ്ങൾ ഓർക്കും. ഇന്ത്യയിൽ നിരവധി മതങ്ങൾ വസിക്കുന്നു. അവയ്ക്കെല്ലാം ജീവഹത്യ നിരോധിക്കുന്ന പാരമ്പര്യങ്ങളുണ്ട്. യുനിക് പോയിന്റ്സ്. കേരളത്തിന്റെ തനത് പശ്ചാത്തലത്തിൽ കഥ പറയുന്നു. ഹിംസയ്ക്കെതിരെ ചോദ്യം ഉയർത്തുന്നു. സാമൂഹിക മാറ്റത്തിന്റെ സാധ്യതയെ കാണിക്കുന്നു. ഈ കഥ വായനക്കാരുടെ മനസ്സിൽ ചിന്തയുടെ വിത്തുപാകും. ഹിംസയ്ക്കെതിരെ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നതിന് പ്രേരിപ്പിക്കും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.